അർജുനും ദേവികയും ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ വന്നത് ഒരു സാധാരണ യാത്രയായിരുന്നില്ല. കാരണം രാഘവൻ അച്ഛൻ അവരെ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു. അത് കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ പോലും കുറച്ചുനേരം ഒന്നും സംസാരിച്ചില്ല. അവരുടെ ജീവിതം വീണ്ടും മാറ്റിമറിക്കാൻ പോകുന്ന ആ വാർത്ത എന്തായിരുന്നു? നമുക്ക് കഥയിലേക്ക് പോവാം. വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലെത്തിയ ഉടൻ തന്നെ അർജുൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എന്താണ് ഞങ്ങളെ ഇത്ര അടിയന്തരമായി വിളിച്ചത്? രാഘവൻ ഒന്നും പറയാതെ ദേവികയെ നോക്കി. മോളെ, ആദ്യം നീ ഇരിക്കേ. ദേവികയുടെ മുഖത്ത് ചെറിയൊരു പേടി വന്നു. എന്തു പറ്റി അച്ഛാ? രാഘവൻ പുഞ്ചിരിച്ചു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും കാണാതെ ഈ സന്തോഷം പറയാൻ എനിക്ക് തോന്നിയില്ല. അർജുൻ അത്ഭുതത്തോടെ ചോദിച്ചു. സന്തോഷമോ? സുജാത അകത്തുനിന്ന് ഒരു ചെറിയ പെട്ടിയുമായി വന്നു. അത് ദേവികയുടെ കയ്യിൽ കൊടുത്തു. മോളെ, ഇത് നിനക്കുള്ളതാണ്. ദേവിക പെട്ടിയെ തുറന്നു. അതിനുള്ളിൽ കുഞ്ഞിനായി വാങ്ങിയ ചെറിയൊരു സ്വർണ്ണാഭരണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ. സുജാത അവളെ ചേർത്ത് പിടിച്ചു. നമ്മുടെ കുഞ്ഞിനായി ഞങ്ങൾ ചെറിയൊരു സമ്മാനം വാങ്ങിയതാണ്. അർജുൻ ചിരിച്ചുകൊണ്ട് ദേവികയെ നോക്കി. ദേവു, നമ്മുടെ കുഞ്ഞിനെ കാത്തിരിക്കാൻ ഇവിടെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ദേവികയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. അപ്പോഴാണ് രാഘവൻ മറ്റൊരു കാര്യം പറഞ്ഞത്. മോനെ, ഇനി നിങ്ങൾ ലണ്ടനിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ചെയ്യണം. അർജുൻ ചോദിച്ചു. എന്താ അച്ഛാ? രാഘവൻ പുഞ്ചിരിച്ചു. ഒരു ദിവസം നമ്മൾ ഇവിടെ ആഘോഷിക്കണം. അർജുനും ദേവികയും പരസ്പരം നോക്കി. രാഘവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് അർജുനും ദേവികയും പരസ്പരം നോക്കി. സന്തോഷ വാർത്തയോ? അർജുൻ ആകാംക്ഷയോടെ ചോദിച്ചു. രാഘവൻ പുഞ്ചിരിച്ചു. അതെ മോനെ, നിങ്ങൾ രണ്ടുപേരും വീണ്ടും വിവാഹം കഴിക്കണം. അർജുൻ അമ്പരന്നു. വീണ്ടും വിവാഹമോ? സുജാത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യത്തെ വിവാഹം നടന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ പരസ്പര സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ. ദേവികയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. രാഘവൻ തുടർന്നു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് തുടങ്ങിയ ജീവിതം വീണ്ടും ആഘോഷിക്കണം. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛാ, ഇത്രയും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അർജുൻ ദേവികയുടെ കൈ പിടിച്ചു. എനിക്ക് സമ്മതമാണ്. ദേവിക അവനെ നോക്കി ചിരിച്ചു. എനിക്കും. അടുത്ത ദിവസം തന്നെ വീട്ടിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിത്തുടങ്ങി. വീടാകെ ആഘോഷത്തിന്റെ നിറമായി. അർജുൻ ദേവികയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ പതുക്കെ ചോദിച്ചു. ദേവു, നമ്മുടെ ആദ്യ വിവാഹ ദിവസം ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് നീ എന്നെ സ്നേഹിച്ചിരുന്നില്ല. ദേവിക ചിരിച്ചു. നിങ്ങളും? അർജുൻ അവളുടെ കൈ പിടിച്ചു. പക്ഷേ ഇത്തവണ ദേവിക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇത്തവണ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിന്നെ വിവാഹം കഴിക്കും. അർജുൻ്റെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. അതാണ് എനിക്കും വേണ്ടത്. അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായി തുടങ്ങിയ വിവാഹം ഇപ്പോൾ പരസ്പര സ്നേഹത്തോടെ വീണ്ടും ആഘോഷിക്കാൻ പോകുകയായിരുന്നു. പക്ഷേ ആ വിവാഹ ദിവസത്തിൽ ദേവികയ്ക്കായി അർജുൻ ഒരുക്കിയിരുന്ന ഒരു സർപ്രൈസ് അവൾക്ക് അറിയില്ലായിരുന്നു. അർജുൻ അവൾക്കായി ഒരുക്കിയ സർപ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.